കൂട്ടപ്പിരിച്ചുവിടൽ കേരള കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് മുൻ രജിസ്ട്രാർ കൂടിയായ NR ഗ്രാമപ്രകാശ് പറയുന്നു. 120 ജീവനക്കാരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടത്. അധ്യാപകരെ ഉൾപ്പെടെ പിരിച്ചുവിട്ടതോടെ കുട്ടികളുടെ പഠനം ഉൾപ്പെടെ നഷ്ടമായി. സർക്കാരിൻ്റെ അറിവോടെയാണ് ഈ ഉത്തരവെന്ന് തോന്നുന്നില്ലെന്നും NR ഗ്രാമപ്രകാശ് 24നോട് പറഞ്ഞു. പ്രവർത്തനത്തെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ആ സ്ഥാപനത്തിലെ 125 ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം സ്തംഭിക്കൽ മാത്രമല്ല, ഈ 125 ജീവനക്കാരും അവരെ കുടുംബവും അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും? 60 ടീച്ചർമാർ പിന്നെ അവിടുന്ന് പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്ന. കേരള കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനം താറുമാറാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരും. സൂരജ്, ഗുഡ് മോർണിംഗ്. കലാമണ്ഡലം പ്രവർത്തിപ്പിക്കേണ്ട എന്നാണോ ഈ ഇങ്ങനെ തീരുമാനമെടുത്ത ആളിൻ്റെ തീരുമാനം? നാടിന് തന്നെ അഭിമാനമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഈ കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒരു ഉത്തരവാണ് ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 68 അധ്യാപകരെയാണ് ഈ പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ താൽക്കാലിക ജീവനക്കാരായിരുന്നു. അധ്യാപകരും അനധ്യാപകരും അടക്കം 125ഓളം പേരെയാണ് നിലവിൽ ഈ കൂട്ടപ്പിരിച്ചുവിടലിലൂടെ നടപടി നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ ഇത് സാരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 68 അധ്യാപകർ ഒരുമിച്ച് ഇവിടെ നിന്ന് ഈ 1-ാം തീയതി മുതൽ അധ്യാപകർ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പഠനത്തെ അടക്കം സ്വാഭാവികമായി അത് ബാധിക്കുമെന്ന് ഇന്നലെ ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അത് തന്നെയാണ് മുൻ രജിസ്ട്രാർ ആയിട്ടുള്ള ഗ്രാമപ്രകാശം ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് വലിയ രീതിയിൽ ഇവരുടെ പഠനത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഈ ഉത്തരവിറക്കി രജിസ്ട്രാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരള കലാമണ്ഡലം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു കടുത്ത നടപടിയെന്ന് ആ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ കലാമണ്ഡലത്തെ സംബന്ധിച്ച് സർക്കാർ ഗ്രാന്റ് അടക്കം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന അടക്കമുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് അടക്കം ഒരു ഉത്തരവും പുറത്തിറക്കിയിരുന്നു. അതായത് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് അവരുടെ ശമ്പളത്തിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന തരത്തിൽ ഒരു ഉത്തരവും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 125ലധികം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയായ ഒരു സാംസ്കാരിക സ്ഥാപനത്തെ തകർക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ രജിസ്ട്രാർ കൂടി ചൂണ്ടിക്കാണിക്കുന്ന അത്തരത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ കലാമണ്ഡലം ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായിക്കെതിരെ എല്ലാം ഗുരുതരമായ ആരോപണമാണ് ഈ ഗ്രാമപ്രകാശ് ഉന്നയിക്കുന്നത്. അവരുടെ ശമ്പളം മാത്രം, അതായത് മല്ലിക സാരാഭായിയെ നിയമിക്കുന്ന സമയത്ത് ശമ്പളം വേണ്ടതില്ല എന്നുള്ളതായിരുന്നു സർക്കാരും അതുപോലെ തന്നെ അന്ന് മല്ലിക സാരാഭായും അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർക്കിപ്പോൾ 3 ലക്ഷം രൂപ മാസം ശമ്പളം നൽകുന്നുണ്ട്. ആ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ ഈ താൽക്കാലിക ജീവനക്കാരിൽ പലർക്കും ശമ്പളം കൊടുക്കാനാകും. അങ്ങനെ ഈ കലാമണ്ഡലത്തിൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയാൽ തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കാം എന്നുള്ളതാണ് ഗ്രാമപ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ സ്ഥാപനത്തെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് സ്കേൻ. ഓക്കെ, താങ്ക് യു സൂരജ് സജി.